ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തടഞ്ഞില്ല എങ്കിൽ വിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ യുദ്ധം ലബനാനിലും ഇസ്രായേലിലും മാത്രം ഒതുങ്ങി നിൽക്കുകയുമില്ല. കുറച്ച് ദിവസങ്ങളായി അമേരിക്ക ഇസ്രായേലിലേക്ക് നിർത്തിവച്ചിരുന്ന ആയുധ കയറ്റുമതി ഉടനെ പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വ്യക്തമാക്കിയത്. ലബനാന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിന് നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയാൽ ടെല്ലവീവിന് നേരെ രൂക്ഷമായ ആക്രമണം നടത്തുമെന്നാണ് ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാത്ത രീതിയിൽ തങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്നാണ് ഹസൻ നസ്രുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതിനിടെ ഇന്ന് നോർത്തേൺ ഇസ്രായേലിലെ ഗലീലി, സഫീദ് എന്നിവിടങ്ങളിൽ ശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. സഫീദിലുള്ള ഇസ്രായേൽ സേനയുടെ 91-ാം ഡിവിഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ 2 ഡ്രോണുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. ഇതിൽ ഒരു ഡ്രോൺ ഇസ്രായേൽ സൈന്യം തകർത്തപ്പോൾ രണ്ടാമത്തെ ഡ്രോൺ ഓഫീസിന് സമീപം പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഈ ആക്രമണത്തിൽ നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുകയും ചിലർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലബനാൻ സൈന്യത്തെ സഹായിക്കാമെന്ന വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ള പിന്മാറി പകരം അവിടെ ലബനാൻ സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറായാൽ ലബനാൻ സൈന്യത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ വാഗ്ദാനം. പക്ഷേ ഇത് ഒരു കാരണവശാലും നടക്കുവാൻ സാധ്യതയില്ല. ലബനാൻ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ള പിന്മാറുക എന്നത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. കാരണം അവിടെ പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ഹിസ്ബുള്ള അതിർത്തിയിൽ നിന്ന് പിന്മാറിയാലേ ഇസ്രായേലിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമ്മാനുവൽ മാക്രോണിന്റെ ആഗ്രഹം ഒരു കാരണവശാലും നടക്കുവാൻ സാധ്യതയില്ല. നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന ലബനാൻ ഇസ്രായേൽ അതിർത്തിയിലുണ്ട്. വർഷങ്ങളായി UN സേന ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവാതിരിക്കാൻ.